ഹലോ ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 80 ട്രാൻസ്മിഷനാണ്, ടോർക്ക് കൺവെർട്ടറാണ്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വർക്ക് ചെയ്യണമെന്ന് നോക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടിയായിട്ടൊരു ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, കീപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ വണ്ടി എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. അതിന് നമുക്ക് ലെവൽ 2 അഡാസിൽ വരുന്ന ഒരു ഫീച്ചറാണത്. നമുക്കൊരു സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ എന്നാണ് അതിന് നമ്മൾ എന്ത് പറയാറ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഓൺ ആക്കിയിട്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഗ്രാൻഡായിട്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മൾ ആ ഒരു സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ ഓൺ ആക്കാൻ പോവുകയാണ്. ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ക്ലസ്റ്ററിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും ഈ ഒരു ബട്ടൺ വെച്ചിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ആക്സിലേറ്റർ ചവിട്ടിയിട്ടില്ല, ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്. ആ വണ്ടി സ്ലോ ഡൗൺ ചെയ്ത് തരണം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വണ്ടി ഗ്രാൻഡായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് നമുക്കൊരു റിയാക്ഷൻ ടൈമും റിയാക്ഷൻ ആക്സിലറേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എന്നതിന് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഗ്യാപ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. നമുക്ക് മാനുവലി എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. നമുക്കിവിടെ കാണിക്കും ആ ഒരു ഗ്യാപ്പ്. ഇപ്പോൾ 4 കട്ട കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു കട്ട നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, അടുത്ത് വരെ നമുക്ക് ആ വണ്ടിയുടെ പോകാൻ പറ്റും. കട്ട കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് അത്രയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇന്നത്തെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊരു ട്രാഫിക്കിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കലി നമുക്ക് വേറൊരു വണ്ടി ഫ്രണ്ടിൽ വരുമ്പോൾ ആ വണ്ടീനായിരിക്കും പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ട്രാക്ക് ചെയ്യുക നമ്മുടെ വണ്ടി.